ശ്രേയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാനാവാത്ത പ്രവൃത്തിയാ നീ ഇന്ന് പൊന്നാരം തൊട്ട് തൂയി കാണിച്ചത്. നിനക്കെന്താ മനോനില തെറ്റിപ്പോയോ? മോഹനം മരിച്ചത് ഒരു കാറപകടത്തിലാണെന്ന് മാത്രമേ ഞങ്ങൾക്കെല്ലാം അറിയൂ. അതെങ്ങനെയാ സംഭവിച്ചതെന്ന് ആകെ അറിയാവുന്ന ഒരേ ഒരാൾ നീയാ. അതുകൊണ്ട് നീ പറയുന്ന സത്യമായിരിക്കും, ഞാൻ വിശ്വസിക്കുന്നു. മോഹനന്റെ മരണത്തിന് ഉത്തരവാദി സിദ്ധാർത്ഥൻ തന്നെ ആയിരിക്കാമെന്നല്ല, ആണ്. സിദ്ധാർത്ഥൻ തന്നെയാണ് മോഹനേട്ടന്റെ കൊലപാതകി. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എനിക്കതിൽ യാതൊരു പിഴവും പറ്റിയിട്ടില്ല. ശരി, സമ്മതിച്ചു. പക്ഷെ അതിപ്പോ പൊന്നാരം തൊട്ടത്ത് പോയി വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിലെന്താ കുഴപ്പം? ശ്രീയല്ലേ, നീ ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ സിദ്ധാർത്ഥനാണ് മോഹന്റെ കൊലപാതകം എന്ന് വിളിച്ചു പറഞ്ഞാ തകരുന്നത് ഈ വീട്ടിലെ 3 പെൺകുട്ടികളുടെ ജീവിതമാണ്. അത് നീ മറന്നുപോകരുത്. ദേവിയേക്കുണ്ടായ ഈ വിധിയില് എന്റെ നെഞ്ച് നെരുപ്പോട് പോലെ പുകയ. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കാറില്ല. മോളെ, എല്ലാം നമ്മളിപ്പോ ഉള്ളിലൊതുക്കി കഴിയുന്ന ശ്രീയല്ലേ നല്ലത്. നീ അത് ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പോ എല്ലാം കൈവിട്ടു പോയ സ്ഥിതിക്ക് എന്ത് സംഭവിക്കുന്ന ഒരു ഊഹവുമില്ല. നമ്മുടെ കുട്ടികളുടെ ജീവിതം തകരാതിരുന്ന മതിയായിരുന്നു. തകരുന്നെങ്കിൽ തകരട്ടെ, അതിലെനിക്ക് ഒരു മനസ്താപവും ഇല്ല. ദേവികയുടെ ജീവിതം തകർന്നില്ലേ? ഒരു ഭ്രാന്തന്റെ കൂടെ പൊറുക്കുന്നവക്ക് എന്ത് ജീവിതം ഉള്ളത്? ഭ്രാന്തൻ മാത്രമല്ലല്ലോ അവൻ, അവളുടെ അച്ഛന്റെ കൊലപാതകിയും കൂടെ അല്ലേ? ആ കൊലപാതകിക്കൊപ്പം അവൾക്കിനി എത്ര കാലം ജീവിക്കാൻ പറ്റും? അല്ല, ഇനി അവൾക്കത് സാധിക്കോ? ഇല്ല, അവൾ അവനെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വരും.